ഒറ്റ പെമ്പിള്ളേരിന് വെളിയിൽ കാണുന്നില്ല. എന്താ കാരണം? എല്ലാം ജിംനേഴ്സ് സെന്ററിലേക്ക് പോയിരിക്കുക. മുമ്പൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പെൺകുട്ടികള് ഡാൻസ്, അതുപോലെ തന്നെ മറ്റ് കളികള്, ഇതൊക്കെയാണ് അല്ലേ. ഇപ്പൊ ഒക്കെ ജിംനേഴ്സ് സെന്ററിലാണ് എല്ലാ പെൺപിള്ളേരും രാവിലെ എണീച്ച് പോകുന്നത്. അവിടെ ഇപ്പോൾ ഫെമിനിസം ഒക്കെ വളരെയേറെ വർദ്ധിച്ച സമയത്ത് ഈ സ്ത്രീകള് ജിമ്മിൽ പോയി വേർത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതായത് ഇന്ന് ജിംനേഴ്സ് സെന്ററിൽ യൂണിസെക്സ് ആണ്. അതായത് സ്ത്രീയും പുരുഷനും വർക്കൗട്ട് ചെയ്യുന്ന ജിംനേഴ്സ് സെന്റർ ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സ്ത്രീകൾ ജിമ്മിൽ പോയിട്ട് വേർപ്പൊഴുക്കിയിട്ട് അവരെന്തിനാ പോകണമെന്ന് പല സ്ത്രീകൾക്കും അറിയില്ല. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണ്, ഒരിക്കലും മനസ്സിലാക്കാതെയാണ് ഇവർ പോകുന്നത് ജിമ്മിലേക്ക്. അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ ജിമ്മിൽ പ്രോപ്പർ ട്രെയിനിങ് കഴിഞ്ഞ ഒരാളാണോ അവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്? ഒരു 95% ജിമ്മുകളിലും ഈ പ്രോപ്പർ ട്രെയിനിങ് കഴിയാത്ത ആളുകളാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ഏകദേശം ഇവർക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു അല്ലേ. അതായത് പുരുഷന് കൊടുക്കുന്ന അതേ വർക്കൗട്ട് തന്നെയാണ് സ്ത്രീക്കും ആ ട്രെയിനർ കൊടുക്കുന്നത്. ഇപ്പൊ വിങ്സ് എന്ന് പറയുന്ന സെറ്റ്, വിങ്സ് പറഞ്ഞാൽ എന്താണ്? ഇവിടെ അല്ലേ ഈ ഭാഗം ചിറക് ഇവിടെ അങ്ങനെ വിരിച്ചിട്ട് കണ്ടിട്ടില്ലേ ഈ ജിമ്മുകള്? ഈ സാധനമാണ് സ്ത്രീകൾക്കും കൊണ്ട് ഈ വിങ്സ് പറഞ്ഞ സെറ്റിൽ കൊടുക്കുന്നത്. അപ്പൊ സ്ത്രീന്റെ ബോഡി ഷേപ്പ് എന്തായി? പിന്നെ പിറ്റേ ദിവസം വിങ്സ് ഒരു സെറ്റ് കഴിഞ്ഞു. പുരുഷന് ഒരു മണ്ട വിങ്സ് ആണ് പറഞ്ഞാൽ ആ കൂടെ വന്ന് ചേർന്ന സ്ത്രീക്കും അതേ വിങ്സ് കൊണ്ട് കൊടുക്കും. പിറ്റേ ദിവസം കൊണ്ട് ചെസ്റ്റ് കൊടുത്തു. ചെസ്റ്റ് എന്താണ്? ബെഞ്ച് പ്രസ് അങ്ങോട്ട് കൊടുക്കും. ചെസ്റ്റ് അങ്ങോട്ട് വിരിയിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കും. പിന്നെ അടുത്ത ദിവസം തൈസ് കൊടുക്കും. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പുരുഷന് ചെയ്യുന്ന അതേ വർക്കൗട്ട് സ്ത്രീക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ പല സ്ത്രീകൾക്കും ഇത് അറിയുന്നുമില്ല. ഇപ്പൊ പുരുഷൻ ചെയ്യുന്ന വർക്കൗട്ട് അതേപോലെ തന്നെ സ്ത്രീയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും പുരുഷൻ ചെയ്യുന്ന അതേ വർക്കൗട്ട് സ്ത്രീയും ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം? വളരെ അപാകതയായിരിക്കും. അവരുടെ ബോഡി ഷേപ്പ് തന്നെ മാറും. ഇപ്പോൾ ആ ഫിലിം സ്റ്റാറുകൾ, മൂവി സ്റ്റാറുകൾ, ഇപ്പോൾ ഫിലിം ആക്ടേഴ്സ് എന്ന് പറയുന്നത് അവർ ഒരു ചില വർക്കൗട്ടുകൾ മാത്രമേ ചെയ്യാറുള്ളൂ. അതായത് ഇന്ന് നമ്മൾ പെണ്ണുങ്ങൾ ജിമ്മിൽ ചെയ്യണ പുരുഷൻ ചെയ്യണ അതേ വർക്കൗട്ട് സിനിമാ സ്റ്റാറുകൾ ഒരിക്കലും ചെയ്യാറില്ല. അവര് തൈസ് അല്ലെങ്കിൽ ചെസ്റ്റിന്റെ മറ്റേ ഇംഗ്ലൈൻ അങ്ങനെയുള്ള പാർട്സുകൾ, മറ്റേ ബാക്ക് തൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവരെ വർക്കൗട്ട് ചെയ്യാറുള്ളൂ. ഇവിടുത്തെ സ്ത്രീകൾ എന്താ ചെയ്യുന്നത്? നേരെ പോവും, പുരുഷന് എന്താ വർക്കൗട്ട് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതേ വർക്കൗട്ട് അവരും ചെയ്യും. പിറ്റേ ദിവസം ഷോൾഡർ ആയിരിക്കും അടിക്കുന്നത്. ആ ഷോൾഡർ വർക്കൗട്ട് മരണാടി അടിക്കും. ഇതിന്ന് അവരെന്തോ ചെയ്തോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീയായിരിക്കണം, പുരുഷൻ എന്ന് പറയുന്നത് പുരുഷനായിരിക്കണം. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ജിമ്മിൽ പോയി ചേർന്നിട്ട് പുരുഷനെ പോലെ നടന്നിട്ട് വല്ല കാര്യമുണ്ടാ? ഇല്ല. മസ്ലിം പെരുപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? അവരുടെ ആ സ്വാഭാവികത അല്ലെങ്കിൽ നാച്ചുറൽ എന്ന് പറയുന്നത് അത് നഷ്ടപ്പെടും. അത് തന്നെയാണ് ഇപ്പൊ നമ്മളെ ഇപ്പോൾ ലാസ്യ എന്താ പറയുക സുകുമാര കലകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്ത്രീകൾ പഠിക്കുന്ന സമയത്ത് അവർക്ക് സ്ത്രീത്വം വരും. ഇപ്പൊ ജിംനേഷ്യം എന്ന് പറയുന്നത്, ജിം എന്ന് പറയുന്നത് എന്താണ്? പുരുഷൻ ആണത്വം, പുരുഷത്വത്തിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈ ജിംനേഷ്യം എന്ന് പറയുന്നത്. അത് സ്ത്രീ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? പുരുഷ സ്ത്രീത്വം എന്നുള്ള പുതിയ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. ആ ലെവലിലേക്ക് കാര്യങ്ങൾ പോവും. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? അതായത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, എയറോബിക്സ് ചെയ്യുക. കൺക്ലൂഷനിൽ ഇത്രയേ ഉള്ളൂ, എയറോബിക്സ് ചെയ്യുക. സ്ത്രീകൾക്ക് പറ്റിയത് എയറോബിക്സ് ആണ്. അത്യാവശ്യം ഇത് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. എക്സസൈസിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അതായത് പുരുഷൻ ചെയ്യുന്ന അതേ കാര്യങ്ങൾ സ്ത്രീ ചെയ്യുമ്പോൾ ഒരു ആണുമല്ല പെണ്ണുമല്ല, ഒരു ട്രാൻസ്ജെൻഡർ പോലെയുള്ളൊരു രൂപം കിട്ടും. ഇപ്പം നമ്മുടെ ജിംനേഴ്സ് സെൻ്ററുകളിലൊക്കെ സ്ത്രീകൾ ചെയ്യുന്ന കാര്യം ഇതേ ഇത് തന്നെയാണ്.
പുരുഷൻ ചെയ്യുന്ന വർക്കൗട്ട് തന്നെ സ്ത്രീയും ചെയ്യും. മനസ്സിലായ? അപ്പം അങ്ങനെ രണ്ടും കെട്ട ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അപ്പം ഇനിയെങ്കിലും സ്ത്രീകൾ ജിമ്മിലേക്ക് പോകുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് പ്രോപ്പർ ട്രെയിനിങ് കഴിഞ്ഞ ആള് ഉണ്ടോ എന്ന് നോക്കുക. ഈ പുരുഷൻ ചെയ്യുന്ന അത്രയും വർക്കൗട്ടുകൾ സ്ത്രീക്ക് ആവശ്യമില്ല. അതിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എയറോബിക്സ്, ജിമ്മിന് മുമ്പുള്ള വർക്കൗട്ടുകൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. അത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളെ മസിലും പെരുപ്പിച്ച് വിങ്സും പിടിച്ച് റോട്ടിൽ കൂടെ നടക്കേണ്ടത് ജനങ്ങൾ കണ്ട് പേടിച്ച് നടക്കേണ്ടത്. പണ്ട് കാലത്തെ പെൺപിള്ളേർ ഏതെങ്കിലും ജിംനേഴ്സ് സെന്ററിൽ പോയ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. എന്താ കാരണം പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് നല്ല ബോഡി ഷേപ്പ് ഉണ്ടാവും. ഇപ്പോഴത്തെ സ്ത്രീകളെ പോലെ ആയിരിക്കില്ല. അതായത് പണ്ട് വെള്ളം കോരുക എന്ന് പറയുന്നതില്ല, കിണറ്റിൽ നിന്ന് വെള്ളം കോരുക, എന്തായി ട്രൈസായി, ബൈസായി, കൈ അത്യാവശ്യം ഫോർ ആംസായി, പരി ഉഴുന്ന് കാട്ടുക അല്ലേ, ഫുൾ റൗണ്ടിങ് ആണ്. പിന്നെ രണ്ട് എന്താ പറയുക, രണ്ട് കയ്യിൽ കുട കൊടുത്തിട്ട് വെള്ളം കോരുക, വെള്ളം കൊണ്ടുവരിക പൈപ്പിൻ ചോട്ടിന്ന്. 3-4 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായി വർക്കൗട്ട് അവരറിയാതെ തന്നെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ നെല്ലുകുത്തുക എന്ന് പറയുന്ന പരിപാടി, മുളക് അല്ലേ, മറ്റേ ധാന്യങ്ങൾ പൊടിക്കുക, ഇതൊക്കെ അവർ ചെയ്യുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് വളരെയേറെ ബോഡി ഷേപ്പും വളരെയേറെ ഭംഗിയുണ്ടാകും. ഇവിടെ പിന്നെ ഒരു കൺക്ലൂഷനിൽ പറഞ്ഞാൽ വേറൊരു വലിയൊരു ഘടകം എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. പാരമ്പര്യം മീൻസ് നമുക്ക് ഒരു ജനറ്റിക് ബോഡി ഉണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു സരസുവിനെ പോലെ, അല്ലെങ്കിൽ ഈ സരസു എന്ന് പറയുന്നത് ഒരു ഐശ്വര്യ റായിയാകാൻ ശ്രമിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇന്ദ്രൻസ് ആണെന്ന് ചോദിക്കുക, ഇന്ദ്രൻസിന്റെ ബോഡി ഷേപ്പ് അല്ലെങ്കിൽ മാമുക്കോന്റെ ബോഡി ഷേപ്പുള്ള ഒരുത്തൻ പ്രോട്ടീൻ പൗഡറും മറ്റും കഴിച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തില് അർണോൾഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. പിന്നെ ഹിന്ദിയിലെ മോഡൽസിനെ കണ്ടിട്ടാണ് ഇവിടെ എന്താ പറയാ സ്ത്രീകള് ഓടുന്നത്. അവിടെ മൈക്രോമീഡിയൊക്കെ ഇട്ടിട്ട് അവർക്കത് ചേരും, അവരുടെ ശരീര പ്രകൃതി അങ്ങനെയാണ്. പക്ഷെ ഇവിടെയുള്ള സ്ത്രീകൾ എന്താണ്, അറ്റൻഷൻ നിന്ന് കഴിഞ്ഞാൽ സ്റ്റാൻഡിറ്റീസ് നിൽക്കും പോലെ ഉണ്ടാവും. അതായത് ചിക്കൻ കോഴിക്ക് കണ്ടിട്ടില്ലേ ഇങ്ങനെ നിൽക്കുന്നത്, സ്റ്റാൻഡിറ്റീസ് നിൽക്കുന്ന സമയത്ത് അറ്റൻഷൻ നിൽക്കുന്ന സമയത്ത് സ്റ്റാൻഡിറ്റീസ് പോലെയും, സ്റ്റാൻഡിറ്റീസ് നിൽക്കുന്ന സമയത്ത് അറ്റൻഷൻ പോലെയും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ബോഡി ഷേപ്പും വെച്ചിട്ട് ജിമ്മിക്ക് പോണത്. അപ്പൊ ഇവളുടെ മനസ്സിൽ എന്താ പറയുന്നത്, അതായത് ഞാൻ അടുത്ത കത്രീന കൈഫാണ്, അല്ലെങ്കിൽ അടുത്ത സുസ്മിത സെനാണ്, അറ്റ്ലീസ്റ്റ് ഒരു ഐശ്വര്യ റായി ആകണം പറഞ്ഞാണ് ഓരോ പെൺകുട്ടിയും മനസ്സിൽ കണക്കാക്കിയിട്ട് പോകുന്നത്. അവിടെ പോകുമ്പോൾ ഒരു പ്രോപ്പർ ട്രെയിനിങ്ങിനെ കുറിച്ച് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരുത്തരായിരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവൻ പുരുഷന്മാർക്ക് കൊടുക്കുന്ന വിങ്സിന്റെ സെറ്റ് വരുമ്പോഴേക്കും ഈ പെണ്ണ് അവിടെ അഡ്മിഷൻ പോയി ചേരുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി വിങ്സിൽ ഒരു 3-4 സെറ്റ് അവിടെ കൊടുക്കും പുരുഷനെ. അതേ വർക്കൗട്ട് തന്നെ ഇവൾക്ക് ഒരു 3-4 സെറ്റ് കൊടുക്കും. എന്നിട്ട് അവള് ചോദിക്കും നാളെ എന്താ ചെയ്യേണ്ടത് ചോദിക്കും. അപ്പൊ ഈ പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാത്തവൻ പറഞ്ഞു കൊടുക്കും. എന്ത് പറഞ്ഞു കൊടുക്കും? നാളെ ഷോൾഡർ അടിക്കുക പറയും. ഷോൾഡറും ഫ്രണ്ടും ബാക്കും മൊത്തത്തില് ഷോൾഡർ പുരുഷൻ ചെയ്യുന്ന അതേ വർക്കൗട്ട് കൊടുക്കും. അതോടെ പിന്നെ പിറ്റേ ദിവസം അവൻ ചെയ്യുന്ന ചെസ്റ്റ്, അങ്ങനെ പുരുഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ലാസ്റ്റ് അവളെ ഒരു വഴിക്കാവും. ലാസ്റ്റ് മറ്റേ വർക്കൗട്ട് വെച്ചിട്ട് വരുന്ന സീൻ കാണാനാ വയ്യാത്തത് അല്ലേ. അതായത് പുരുഷനെ പോലെ തന്നെ വിങ്സും ചെസ്റ്റും ഒക്കെ പിടിച്ച് ആളും എല്ലാം മിണ്ടാണ്ട് മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഒരു നല്ലൊരു ഇതിലായിട്ട് പോയതാണ്. ലാസ്റ്റ് അവിടെ നിന്ന് വർക്കൗട്ട് ചെയ്ത് കൊളവാക്കുക എന്ന് പറയില്ലേ, ആ ലെവലിലേക്കാണ് ഇപ്പൊ ജിംനേഴ്സ് സെന്ററിൽ പോകുന്നത്. പിന്നെ ജസ്റ്റ് ഇത് കുറ്റം പറയല്ല, 100% കുറ്റം പറയല്ല. സ്ത്രീകൾക്ക് മാത്രമുള്ള ലേഡീസ് ജിംനേഷ്യം സെന്റർ ഉണ്ട്. അവർക്ക് ഈ പുരുഷന്മാര് വർക്കൗട്ട് ചെയ്യുന്ന അത്രയും സാധനങ്ങൾ ആവശ്യമില്ല. എയറോബിക്സ് ആണ് അവർ കൂടുതൽ ചെയ്യുക, അത്യാവശ്യം വർക്കൗട്ടുകൾ. അങ്ങനത്തത് വളരെ കുറവേ ഉള്ളൂ. അതിന് പകരം പുരുഷന്മാർ പോണ ജിംനേഷ്യം സെന്ററിൽ പോയി ഏറ്റെടുക്കുന്ന സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല മൊത്തം സ്ത്രീകൾ ജിംനേഷ്യം സെന്ററിൽ പോയിട്ട് കളിയാക്കിയെന്ന് വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പൊക്കോളൂ, ജിംനേഷ്യം സെന്ററിൽ പൊക്കോളൂ. പക്ഷെ പ്രോപ്പർ ട്രെയിനിങ് കഴിഞ്ഞ ആള് ട്രെയിനിങ് തന്നു കഴിഞ്ഞാൽ അത് ബെറ്റർ. പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.
നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.